ഹലോ ഫ്രണ്ട്സ്, ഇൻകം ടാക്സ് ഇൻ മലയാളം അസസ്മെൻറ്റ് 25-26 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 21-25. ഇത് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് CA, CMA, CS വേണ്ടിയുള്ളതാണ്. അതുകൂടാതെ മറ്റ് കോഴ്സുകൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. അവിടെ ഇൻകം ടാക്സ് ഒരു സബ്ജക്റ്റായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതേ കോഴ്സ് ഇതേ വീഡിയോ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ PGBP എന്നുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ആ ഹെഡ് പല പാർട്ടായി ഡിവൈഡ് ചെയ്ത് ആണ് പഠിപ്പിക്കുന്നത്. അതിൽ പാർട്ട് 1ൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമുക്കറിയാം ഇൻകം ടാക്സ് ഒക്കെ അനുസരിച്ച് പല ഹെഡുകളുണ്ട്. അതിൽ സാലറി ഹെഡ്, അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി, PGBP, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് PGBP. അത് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഡിവൈഡ് ചെയ്തതിൽ ഒന്നാമത്തെ പാർട്ടിലെ ഒന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ പറയുന്നു പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞു. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്ഷൻ 213 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പറയുന്നതനുസരിച്ച് നമുക്ക് ബിസിനസ് എന്നാൽ എനി എക്കണോമിക് ആക്ടിവിറ്റി ഡൺ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ അത് റെക്കറിങ് എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം എന്നാൽ തന്നെയും ഒരു ഐസൊലേറ്റഡ് ആക്ടിവിറ്റി, വൺ ടൈം ആയിട്ട് ചെയ്തൊരു ആക്ടിവിറ്റി, അത് ഒരു ട്രൈഡ് നേച്ചർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബിസിനസ്സായിട്ട് കണക്കാക്കാവുന്നു. ഫോർ എക്സാമ്പിൾ, ദീപാവലിയോടനുബന്ധിച്ച് പടക്ക കച്ചവടം ചെയ്തു. അത് ആ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ പോലും ഒരു വൺ ടൈം ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അതൊരു ബിസിനസ് നേച്ചറുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെക്ഷൻ 236 പ്രൊഫഷൻ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് പറയുന്നത് പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ ആസ് വെൽ എന്നാണ് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറയുന്നത് അതൊരു പ്യൂർലി ഇൻ്റലക്ച്വൽ നേച്ചറുള്ളൊരു കാര്യമാണ്. ഇറ്റ് റിക്വയർസ് പ്യൂർലി ഇൻ്റലക്ച്വൽ സ്കിൽ ഓർ മാനുവൽ സ്കിൽ on the basis of some special learning and qualification gathered through past training or experience. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ നമ്മൾ അക്വയർ ചെയ്യുന്നൊരു നോളജാണ്. അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാവാം. അങ്ങനെ അക്വയർ ചെയ്ത നോളജ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. വൊക്കേഷൻ എന്ന് പറയുമ്പം അതൊരു നാച്ചുറൽ എബിലിറ്റി ഓഫ് എ പേഴ്സണാണ് അത് കാണിക്കുന്നത്. എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ സിംഗിങ്, ഡാൻസിങ്, അത് ഹോബിയിൽ നിന്നും വ്യത്യാസമുണ്ട്. ഹോബിയിൽ ഒരു ഏണിംഗ് ഫീച്ചറില്ല, പക്ഷേ വൊക്കേഷനിൽ ഒരു ഏണിംഗ് ഫീച്ചറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, റിലേറ്റഡ് വിത്ത് മണി, അങ്ങനൊരു കാര്യങ്ങളുണ്ട്. ഈ വൊക്കേഷന് പ്രൊഫഷനെ പോലെ ഒരു ഡിഗ്രിയോ സ്പെഷ്യൽ ലേണിങ്ങോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ലോയർ എന്ന് പറയാം, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എഞ്ചിനീയർ, ഇതൊക്കെ പ്രൊഫഷണൽ വരികയും അതുപോലെ കാർപ്പൻ്റർ, സ്കൾപ്ചർ, പെയിൻറ്റർ, നേരത്തെ പറഞ്ഞ പോലെ സിംഗേഴ്സ്, ഇതൊക്കെ നമുക്ക് വൊക്കേഷണൽ കൊണ്ടുവരും ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് പ്രോഫിറ്റിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമ്മൾ പ്രോഫിറ്റിനെ ഡിഫൈൻ ചെയ്യും. പ്രോഫിറ്റ് ക്യാഷായിട്ടോ കൈൻഡായിട്ടോ ഉള്ളതാവാം. കൈൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ടല്ലാതെ കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൈൻഡ് എന്ന് പറയുന്നത്. അപ്പം പ്രോഫിറ്റ് ക്യാൻ ബി റിയലൈസ്ഡ് ഇൻ മണി ഓർ ഇൻ മണീസ് വർത്ത്. ഓക്കെ, അപ്പം പ്രോഫിറ്റ് ക്യാഷ് ഇല്ലാതായിട്ട് കിട്ടുവാണെങ്കിൽ ആ കിട്ടിയ
ആ ഒരു കിട്ടിയതിൻ്റെ ഒരു ക്യാഷ് ഇക്വലൻ്റ്, അതെ, അത് നമ്മൾ ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമുക്ക് അതിൻ്റെ വർത്തായിട്ട് കണക്കാക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫോണ് ഇല്ലെങ്കിൽ ഒരു കാറ് എന്തെങ്കിലും ഒരു കൈൻഡായിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് കണക്കാക്കി അത് നിങ്ങളുടെ ഇൻകമായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. ഇനി ക്യാപിറ്റൽ റെസീറ്റ്സ്. ഈ PGBP ഇൻകം എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ഓഫ് ഇൻകമാണ്, ക്യാപിറ്റൽ നേച്ചറുള്ള ഇൻകം അല്ല. ഓക്കെ, നിങ്ങൾ P&L വരുന്ന ഇൻകംസ് ആണ് നമ്മൾ PGBP ഇൻകം കണക്കാക്കുന്നത്. ക്യാപിറ്റൽ നേച്ചറുള്ള ഇൻകത്തിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡുണ്ട്, അതിലായിരിക്കും അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഇനി വോളണ്ടറി റെസീപ്റ്റ്സ്. ഈ പേയ്മെൻറ്റ് വോളണ്ടറി ആയിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പം അത് ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. ദർ ഷുഡ് ബി എ നെക്സസ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ ദ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് പേയ്മെൻറ്റ് റിസീവ്ഡ്. നമ്മൾ കിട്ടിയ പേയ്മെൻറ്റും നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനായിട്ടുള്ള ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് വോളണ്ടറി പേയ്മെൻറ്റായിട്ട് ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു ലോയർ അയാളുടെ ക്ലയൻറ്റിൻ്റെ ഒരു പ്രമാദമായ കേസുകൾ വാദിച്ച് അത് അയാൾക്ക് വിജയിച്ചു, ഇല്ലെങ്കിൽ അയാൾക്ക് സ്റ്റേ വാങ്ങിച്ചു കൊടുത്തു. അയാൾ ഇത്ര നാൾ ശ്രമിക്കും, സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കേസിൽ അയാൾക്ക് നോർമലായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ സന്തോഷം കൊണ്ട് ഒരു വാച്ചോ ഇല്ലെങ്കിൽ ഒരു മാക്കോ എന്തെങ്കിലും ഈ പറഞ്ഞതിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് ഒരു വോളണ്ടറി റെസിപ്റ്റ് നമുക്ക് കണക്കാക്കുന്നത്. കാര്യം അയാളുടെ പ്രൊഫഷണൽ റിലേഷൻ വെച്ചുകൊണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അതാണ് വോളണ്ടറി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഗെയിൻസ് പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ഇമ്മെറ്റീരിയൽ. നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിനോ പ്രോഫിറ്റോ അത് ഏത് രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്ത് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇൻകം ടാക്സിന് ബാധകമല്ല. ഇൻകം ടാക്സിന് അതിൽ യാതൊരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഇൻകം കിട്ടുന്നു, ആ ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കണം. PGBP ഇൻകം കിട്ടുന്ന ടാക്സ് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ആസ് ഫാർ ആസ് ഇൻകം ടാക്സ് കൺസേൺ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഫോർ വാട്ട് പർപ്പസ് യു ആർ യൂസ്ഡ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ റിസീവ്ഡ്. അപ്പം നിങ്ങളത് എന്തെങ്കിലും ഫിലാന്ത്രോപ്പിക് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനും നിങ്ങൾ യൂസ് ചെയ്താലും യു ആർ ലയബിൾ ടു പേ ടാക്സ്. ലീഗാലിറ്റി ഓഫ് ഇൻകം. നിങ്ങൾ എങ്ങനെ ഇൻകം ഉണ്ടാക്കി, ലീഗൽ ബിസിനസ്സാണോ ഇല്ലീഗൽ ബിസിനസ് ചെയ്താണോ, ലീഗൽ പ്രൊഫഷനാണോ ഇല്ലീഗൽ പ്രൊഫഷനാണോ, ഇതൊന്നും ടാക്സ് കൊടുക്കാതിരിക്കേണ്ട കാരണമില്ല. എങ്ങനെ ഇൻകം ഉണ്ടാക്കിയാലും നിങ്ങളത് ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരു കാര്യമുള്ളത്, സച്ച് അൺലോഫുൾ ഇൻകംസ് ആർ നോട്ട് അലൗഡ് ഫോർ ഡിഡക്ഷൻ. അങ്ങനെയുള്ള ഇൻകംസ് ഡിഡക്ഷന് കൺസിഡർ ചെയ്യില്ല വൈൽ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ഓഫ് സച്ച് ബിസിനസ്. ഇനി ഇൻകം ഫ്രം ഡിസ്റ്റിങ്ക്റ്റ് ബിസിനസ്സസ്. അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ കാണും. അങ്ങനെയുള്ള കേസിൽ ഓരോ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ്ലി കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അഗ്രിഗേറ്റ് ഓഫ് ദ പ്രോഫിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ്. എല്ലാ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റ് എടുത്തിട്ട് ആ പ്രോഫിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടലായിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് അത് പ്രോഫിറ്റാണോ ലോസ് ആണെന്ന് കണക്കാക്കി അതിന് മുകളിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. Profits of each distinct business must be computed separately, but the tax chargeable under PGBP head will be on the aggregate profit carried on by the assessee. ഇപ്പോൾ നിങ്ങൾക്ക് കോസ്മെറ്റിക് ബിസിനസ് കാണാം, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ടെക്സ്റ്റൈൽ ബിസിനസ്, ഇപ്പോൾ പല ബിസിനസ്സുകളാണ്. ഈവൻ ദോ ദ പ്രോഫിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി, ദ ടാക്സ് ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ അഗ്രഗേറ്റ് പ്രോഫിറ്റ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ഈ പ്രോഫിറ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൻ്റെ ടാക്സ് ലഭിക്കുകയും ചെയ്യുന്നത് നോട്ട് ഓൺ ദ ഗ്രോസ് റെസീപ്റ്റ്സ് ബട്ട് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. നിങ്ങൾ P&L രംഗത്തിൽ നിങ്ങൾക്ക് ഇൻകവും അതിൽ നിങ്ങൾക്ക് അലോവബിളായിട്ടുള്ള എക്സ്പെൻസസും എന്ന് പറഞ്ഞാൽ പല എക്സ്പെൻസസും ചിലപ്പം ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അലോവബിൾ ആയിരിക്കില്ല. നിങ്ങൾ അക്കൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ അക്കൗണ്ട്സിനകത്ത് നിങ്ങൾ എക്സ്പെൻസായിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്
നോട്ട് അലൗഡ് ആയിരിക്കും. അപ്പം ഇൻകം ടാക്സ് ലോ അനുസരിച്ച് അലോ ആയിട്ടുള്ള എക്സ്പെൻസസ് ഇൻകത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനാണ് പ്രോഫിറ്റിനുള്ള ഗെയിനാണ് ടാക്സ് ലെവി ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ടോട്ടൽ റെസീപ്റ്റിനല്ല നിങ്ങൾ ചെയ്യുന്നത്, ഗ്രോസ് റെസീപ്റ്റിനല്ല ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോഫിറ്റിനാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ് കണക്കാക്കി ടാക്സ് ലെവി ചെയ്യുന്നത്. ഇനി നമുക്ക് ചാർജബിലിറ്റി സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഏത് ഹെഡ് എടുത്താലും ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ചാർജബിലിറ്റി ഓഫ് ദ സെക്ഷനാണ്. അപ്പം ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് PGBP ചാർജബിലിറ്റി സെക്ഷൻ 22 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞ് സെക്ഷൻ 41 പാർഷ്യലായിട്ടും കൂടെ പഠിക്കാറുണ്ട് ഇവിടെ. അപ്പം നമ്മൾ വേരിയസ് ഇൻകംസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് PGBPR നമ്മളിപ്പം അതിലെ ഡിഫറെൻറ്റ് ക്ലോസസ് നോക്കാൻ സെക്ഷൻ 28 ചാർജബിലിറ്റി സെക്ഷനിലെ ഡിഫറെൻറ്റ് ക്ലോസസ് നമുക്കിവിടെ നോക്കാം. സെക്ഷൻ 28 ക്ലോസ് 1 നോക്കാം. ഇതിൽ പറയുന്നത് നോർമൽ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ടാക്സ്. നമ്മൾ ഒരു പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്ന പ്രോഫിറ്റിനോ ഗെയിനോ ഡ്യൂറിങ് ദ റിലവൻറ്റ് PY ആ ഒരു പ്രീവിയസ് ഇയറിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, എന്താണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ നമ്മൾ പഠിക്കും, അത് കമ്മിങ് സെക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എടുത്ത് പറയുന്നത്, നമ്മൾ റെസിഡൻഷ്യൽ ഹൗസസ് ലെറ്റ് ഔട്ട് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകം, ആ ഇൻകം PGBP ഇൻകം അല്ല, ഈവൻ ദോ ദാറ്റ് ഈസ് യുവർ മെയിൻ ബിസിനസ്. നിങ്ങളിപ്പം വീട് വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ബിസിനസ് ചെയ്തൊരു ആളായിരിക്കാം, എന്നാൽ പോലും അങ്ങനെ കിട്ടുന്നൊരു ഇൻകം എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ചാർജ് ചെയ്യുന്നത്, അല്ലാതെ PGBPയിലായിരിക്കില്ല. ഇനി സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെങ്കിലും ഈ സെക്ഷൻ നമ്മൾ പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഈ ക്ലോസ് പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാതെ പോകുന്നത് ഉചിതമായിരിക്കില്ല. അപ്പം നമ്മൾ ഷെയർസും സെക്യൂരിറ്റീസും ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ്, അതായത് ഒരു ദിവസം ഇപ്പം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർസ് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ഒരു ദിവസം ശരിക്കും ഈ ഷെയർസ് ആക്ച്വലായിട്ട് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതെ സ്പെക്കുലേഷൻ വഴി ട്രാൻസാക്ഷൻ നടത്തി ഇൻട്രാഡേ ട്രാൻസാക്ഷൻ നടത്തി കിട്ടുന്ന ഇൻകംസ്, ആ ഇൻകം നിങ്ങൾക്ക് PGBPയിൽ ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ഡേ കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ഇത് മാറിക്കഴിയുമ്പോഴത്തേക്ക് അത് ഇൻട്രാഡേ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസിൽ നടത്തുന്ന സ്പെക്കുലേറ്റീവ് ഇൻകംസ് PGBPയിലാണ് ചാർജ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങളിപ്പോൾ 100 ഷെയർ നിങ്ങൾ വാങ്ങി, ആ 100 ഷെയർ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതാണ് ഡേ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 3:30 വരെയുള്ള സമയത്തിനകത്ത് നിങ്ങൾ 100 ഷെയർ കൊടുക്കുകയും 100 ഷെയർ വാങ്ങിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അത് നില്ലായി. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേയിൽ മാത്രമേ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഈ പറയുന്ന ഒരു ഷെയറിൻ്റെ നമ്പേഴ്സ് മാറുകയുള്ളൂ, അന്നേരം ചെക്ക് ചെയ്തിട്ട്. അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെന്ന് ചെയ്താലും അത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഷെയർ നമ്പർ മാറുന്നില്ല, ഇല്ലാതെ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി നിങ്ങൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ വഴി പൈസ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ, എമൗണ്ട് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ, മണി ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ PGBP ഇൻകം. 28 അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓർ കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എനി ബിസിനസ് കോൺട്രാക്ട് എഗ്രിമെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് ഏജൻസി. അങ്ങനെ കിട്ടുന്ന എമൗണ്ടുകൾ അത് PGBP ഇൻകമാണ്. അപ്പം നിങ്ങൾ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ ആ എമൗണ്ട്, ഇല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ഇല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഏജൻസി നിങ്ങൾ ഇന്ത്യയിലെ
ഏതെങ്കിലും ഒരു കമ്പനി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരുമ്പം അല്ല കോൺട്രാക്റ്റിലോ അല്ല അഗ്രിമെൻറ്റിലോ എന്തെങ്കിലും ചേഞ്ച് വരികയോ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് PGBP ഇൻകമായിട്ട് കണക്കാക്കും. അപ്പം ഇത് മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് എനി അതർ കമ്പനി, എനി പേഴ്സൺ ഹോൾഡിംഗ് ഏജൻസി ഇൻ ഇന്ത്യ റിലേറ്റഡ് ടു ബിസിനസ് ഓഫ് എനി അതർ പേഴ്സൺ, any person in connection with the vesting in government of management of any property or business, any person in connection with the termination, modification of the terms and conditions of any contract relating to his business. അങ്ങനെ ഏതെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തതിനെ പറ്റിയോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയോ മോഡിഫിക്കേഷൻ ചെയ്യുകയോ ചെയ്ത് കിട്ടുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി സ്റ്റോപ്പ് ചെയ്ത പ്രകാരം കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത പ്രകാരം കിട്ടുവാണെങ്കിൽ അത്തരം എമൗണ്ടുകളെല്ലാം PGBPയിൽ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം കമ്പനീസ് ആക്ട് അനുസരിച്ച് നിങ്ങൾ സോൾ ഡിസ്ട്രിബ്യൂട്ടറെ നിയമിച്ചു. അപ്പം സ്റ്റോർ ഡിസ്ട്രിബ്യൂട്ടർ നിയമിച്ചാൽ 5 കൊല്ലം വരെ അയക്ക് വേണമെങ്കിൽ അയാളെ നിങ്ങൾക്ക് നിയമിക്കാൻ പറ്റും. ഈ 5 കൊല്ലത്തിനിടയ്ക്ക് അയാളെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്ന ഏതെങ്കിലും കാരണവശാൽ എന്നാലും നിങ്ങൾ അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കും. ആ കോമ്പൻസേഷൻ വന്ന് PGBPയിൽ ചാർജബിളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് 1 crore കോൺട്രാക്റ്റ്, ഇപ്പം നിങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ 1 മാസം ഡിലേ വരുവാണ് 0.5% പെർ മന്ത് വെച്ച് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഇത് കോൺട്രാക്റ്റിൽ ഓൾറെഡി ഉള്ളതാണെങ്കിൽ അത് ഇവിടെ ബാധകമല്ല. പക്ഷേ ഇങ്ങനെ ഒരു ചേഞ്ച് കോൺട്രാക്റ്റിൽ വരുത്തിയിട്ട് ഒരു കോമ്പൻസേഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് PGBPയിൽ ചാർജബിളാണ്. അടുത്ത ക്ലോസ് 28-ലെ ഇൻകം ഫ്രം സ്പെസിഫിക് സർവീസസ് പെർഫോംഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ബൈ ട്രേഡ് പ്രൊഫഷൻ ഓർ ബിസിനസ് അസോസിയേഷൻസ് ഓർ AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അപ്പോൾ പല ട്രേഡ് അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് അസോസിയേഷൻസ് കാണാം, പ്രൊഫഷണൽ അസോസിയേഷൻ കാണാം, ഇപ്പോൾ ലോയേഴ്സ് അസോസിയേഷൻ ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പലത് കാണാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും അസോസിയേഷൻ, ആ അസോസിയേഷൻ അവരുടെ മെമ്പേഴ്സിന് വേണ്ടി ഒരു സർവീസ് ചെയ്യുന്നത് അത് ഇൻകമായിട്ട് കണക്കാക്കുകയില്ല. ഇല്ലെങ്കിൽ അവർ തന്നെ അവരുടെ മെമ്പേഴ്സിൽ നിന്ന് പൈസ പിടിച്ചിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്താൽ ദാറ്റ് ഇസ് നോട്ട് എൻ ഇൻകം. അതൊരു പ്രോഫിറ്റിലോ ഇല്ലെങ്കിൽ ഇൻകത്തിലോ വരില്ല. പക്ഷേ അവർ പല മെമ്പറുള്ളതിൽ ഏതെങ്കിലും 1-2 മെമ്പറിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിന് വേണ്ടി അവരൊരു സർവീസ് ചെയ്യുകയും ആ സർവീസ് ഒരു സ്പെസിഫിക് സർവീസ് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി അല്ലാതെ ചില മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ട് സർവീസ് ചെയ്ത് ആ സർവീസിൽ നിന്നും ഒരു പ്രോഫിറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻകം ഫ്രോം സ്പെസിഫിക് സർവീസസ് അത് PGBPയിൽ ചാർജബിളാണ്. ഇപ്പോൾ ഒരു ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്. ഹൗസിംഗ് സൊസൈറ്റി എല്ലാവരുടെയും നിന്നും മെമ്പേഴ്സിൻ്റെ നിന്ന് പൈസ പിരിക്കുന്നു. പൈസ പിരിച്ച് അവർ അവരുടെ കോമൺ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു പൈസ ബാക്കി വന്നാൽ അതിൻ്റെ ഇൻകമായിട്ട് കണക്കാക്കില്ല. പക്ഷേ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അത് അവർ ഒരു 1 of the മെമ്പേഴ്സിന് വേണ്ടി ഒരു മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നു. അതിനവർ 60 lakhs ചാർജ് ചെയ്തു. അതിൽ 45 lakhs അവരുടെ എക്സ്പെൻസസ് വന്നു. അത് കഴിഞ്ഞ് ഒരു 15 lakhs ബാക്കിയുണ്ട്. അതൊരു പ്രോഫിറ്റാണ് അണ്ടർ PGBP. സെക്ഷൻ 28 3A 3B 3C എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ടു എക്സ്പോർട്ടേഴ്സ്. അപ്പം നമുക്ക് എക്സ്പോർട്ടേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല തരത്തിലുള്ള ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നുണ്ട്. അതിലൊരെണ്ണം ഇമ്പോർട്ട് എൻറ്റൈറ്റിൽമെൻറ്റ് ലൈസൻസാണ്. അടുത്തത് ഡ്യൂട്ടി ഡ്രോബാക്ക്. പിന്നെ ഒരെണ്ണമുള്ളത് ഡ്യൂട്ടി ഫ്രീ റീപ്ലെനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ്. ഇത് എന്താണിവ എന്ന് നമുക്ക് ആദ്യം നോക്കാം.
അപ്പോൾ ഇമ്പോർട്ട് എൻ്റൈറ്റിൽമെൻറ്റ് ലൈസൻസ് ഇസ് എ പെർമിഷൻ ടു ഇമ്പോർട്ട് സം റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ടു എ certain percentage ഓഫ് ദ എക്സ്പോർട്ട്. ഓക്കെ, അപ്പം പക്ഷേ അങ്ങനെ നമ്മൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് എല്ലാത്തരം ടാക്സസും ആപ്ലിക്കബിളാണ്. ഓക്കെ, പക്ഷേ ഈ ലൈസൻസ് ട്രാൻസ്ഫറബിളാണ്. നിങ്ങൾക്കത് ആവശ്യമില്ല, നിങ്ങൾക്ക് വേറൊരാൾക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ലൈസൻസ് മണിയൊന്നും ക്രെഡിറ്റ് ആവത്തില്ല. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് ടു ദിസ് എഫക്റ്റ് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്ന്. ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പലതും റെസ്ട്രിക്റ്റഡ് ഐറ്റം ആയിരിക്കും. അത് എല്ലാവർക്കും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ പെർമിഷൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻകം കിട്ടുമെങ്കിൽ ദാറ്റ് ഇൻകം 100% ടാക്സബിൾ അണ്ടർ PGBP. അടുത്തത് ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ എനി പേഴ്സൺ അഗൈൻസ്റ്റ് എക്സ്പോർട്സ്. അപ്പോൾ ഗവൺമെൻറ് പല ഇൻസെൻറ്റീവ്സും മറ്റു കാര്യങ്ങളും കൊടുക്കാം, ചില ഡിസ്കൗണ്ടുകൾ കൊടുക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം PGBPയിൽ ട്രാൻസ്ഫറബിളാണ്. ഓക്കെ, PGBPയിൽ അത് ചാർജബിളാണ്. ഓക്കെ, നൗ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്യൂട്ടി ഡ്രോബാക്ക് scheme aims to provide the refund or recoupment of customs and excise duties paid on inputs, raw material and services paid on the input services under manufacturing export goods. അപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം അതിൽ ചില റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ റോ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ ആവാം. അത് ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ ആണെങ്കിൽ ആ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടിയും ഒക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള റോ മെറ്റീരിയലിൽ ഇൻപുട്ട് റോ മെറ്റീരിയലിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് പേ ചെയ്ത് റിക്കൂപ്പ് ചെയ്യാൻ പറ്റും, റീഫണ്ട് ചെയ്യാൻ പറ്റും. അത് ആ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ DPB അക്കൗണ്ടിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് അതൊരു ഒരു ഒരു ആ പേരിൽ ഒരു അക്കൗണ്ട് നിങ്ങൾക്കുണ്ടാവും. അതിലോട്ട് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. DPBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് അതിനകത്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന് ചില ബെനിഫിറ്റുകൾ കിട്ടും, ചില ഡിസ്കൗണ്ടുകൾ കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ആ റോ മെറ്റീരിയൽ കണക്കാക്കി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓരോ ബജറ്റ് കഴിയുമ്പോഴും ഗവൺമെൻറ് ഓൾ ഇൻഡസ്ട്രി റേറ്റ്സ് ഈ പറയുന്നത് ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ഈ പറയുന്ന ഓൾ ഇൻഡസ്ട്രി റേറ്റ്സ് 20% ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് എക്സാമ്പിൾ. അപ്പോൾ അതിന് നമ്മളല്ലാതെ ഈ റോ മെറ്റീരിയലിൻ്റെ കണക്കെടുത്ത് എത്ര യൂസ് ചെയ്ത് കണക്കാക്കി അതല്ല തരുന്നത്. ഒരു ഓൾ ഇൻഡസ്ട്രി റേറ്റ് എടുത്തിട്ട് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്കും ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഡ്യൂട്ടി ഡ്രോബാക്ക് കൊടുക്കുമെന്നാണ് ഉള്ള ലിസ്റ്റാണുള്ളത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇത് ഈ പറയുന്ന DPB ഇത് ട്രാൻസ്ഫറബിളാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പം DPBയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ടാക്സ് തിരിച്ചു വരുമ്പം റിക്കൂപ്പ് ചെയ്യുമ്പം അത് ടാക്സബിളാണ്. ഓക്കെ, PGBPയിൽ ട്രാൻസ്ഫർ ഇത് ടാക്സബിളാണ്. നിങ്ങളത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എക്സസ് എമൗണ്ട് കിട്ടുന്നത് അതിന് മാത്രം ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ ഇങ്ങോട്ട് കണക്കി ടാക്സ് അടയ്ക്കണം. പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം. The difference between sale proceeds and amount available in DPB is taxable under PGBP. Okay. അടുത്ത നമുക്കുള്ളത് പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റാണ്. അപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ പെർസെൻറ്റേജ്
എമൗണ്ട് എന്നുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20% ഇല്ല 10% ആണെന്നിരിക്കട്ടെ, അത് ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആ അത്രയും എമൗണ്ട് നിങ്ങൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. അത് റെസ്ട്രിക്റ്റഡ് ഐറ്റം മാത്രമേ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം, നിങ്ങൾ റോ മെറ്റീരിയലായിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആ പറയുന്ന പർട്ടിക്കുലർ എമൗണ്ട്, നിങ്ങളിപ്പോൾ 100 റുപ്പീസിന് എക്സ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ 10% ആണെങ്കിൽ 10 റുപ്പീസ്, ആ 10 റുപ്പീസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അത് ഈ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫറബിൾ ആണ്. അത് ട്രാൻസ്ഫറബിൾ ആണ്. ഇത് കിട്ടുന്നത് ഇതിപ്പോൾ പിന്നെ ഇതിൽ മണി ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്ന എത്ര രൂപ കിട്ടിയാലും അത് 100% അത് ടാക്സബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 crore റുപ്പീസിന് എക്സ്പോർട്ട് ചെയ്തു, 10% ആണ് DFRC ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അതിൻ്റെ പെർസെൻറ്റ് 10% ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10% 10 lakh ആയിട്ടുള്ള എമൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ അത് ഇപ്പം നിങ്ങളുടെ ഇൻപുട്ട് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത് ഇത്തരം സാധനങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ട് എൻറ്റൈറ്റിൽമെൻറ്റ് ലൈസൻസോ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്കോ ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റോ ഇതിനൊക്കെ നമ്മൾ എക്സിം സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്, എക്സിം സ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് എക്സിം സ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് PGBP ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഓരോ എന്താ സാധാരണ ഫോറിൻ ട്രേഡ് പോളിസി നമ്മൾ കണക്കാക്കുന്നത് 5 കൊല്ലത്തേക്കാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള FTP 2023 തൊട്ട് 2028 വരെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞു ക്യാഷ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതും ടാക്സബിളാണ്. ഇപ്പം നമ്മൾ ഈ നേരത്തെ നമ്മൾ ഡ്യൂട്ടി ഡ്രോബാക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഡ്യൂട്ടി ഡ്രോബാക്ക് ഏത് എമൗണ്ടിനാണ്, ഇപ്പോൾ നമ്മൾ 20% നമ്മൾ പറഞ്ഞു കാർ മാനുഫാക്ചേഴ്സിൻ്റെ, അത് കണക്കാക്കുന്നത് ഫ്രീ ഓൺ ബോർഡ് കോസ്റ്റിൻ്റെ മുകളിലാണ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ടേമാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലർ പോർട്ട് വരെ കൊണ്ടുവന്ന് ഷിപ്പിൽ കയറ്റുന്നവരെയുള്ള റെസ്പോൺസിബിലിറ്റി സെല്ലറുള്ളൂ. ആ ഒരു കോസ്റ്റാണ് കണക്കാക്കുന്നത്. വൺസ് ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയർ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ നിന്നും അത് കൊണ്ടുപോവുകയും അത് ഇമ്പോർട്ട് ചെയ്ത് അയാൾ ട്രാൻസ്പോർട്ടിങ്ങും മറ്റെല്ലാം ബയർ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഫ്രീ ഓൺ ബോർഡ് ചാർജിൻ്റെ പെർസെൻറ്റേജ് ആണ് തരുന്നത്, അല്ല മറ്റുള്ള കോസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. FOB ചാർജിൻ്റെ 20% ആണ് ഇപ്പോൾ കാർ മാനുഫാക്ചറിന് ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞത്. ഡ്യൂട്ടി ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് DPB ആയിട്ട് വരാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ ക്യാഷ് ആയിട്ട് ബാങ്കിലേക്ക് നിങ്ങളുടെ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ DPB ട്രാൻസ്ഫറബിളാണ്. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം നിങ്ങളെ PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ DPB നമ്മൾ സെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്രെഡിറ്റ് 1 lakhന് കിടപ്പുണ്ട്. നിങ്ങൾ ഇത് സെയിൽ ചെയ്ത് 1,20,000 ആണ്, ഡിഫറൻസ് 20,000 ഉണ്ട്. ആ ഡിഫറൻസ് 20,000 ഇസ് ടാക്സബിൾ അണ്ടർ PGBP. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 lakh ഈ DPB അക്കൗണ്ടിൽ കിടക്കുന്നത് ഓൾറെഡി ടാക്സ്ഡ് ആണത്. അതുകൊണ്ട് അതിന് മുകളിൽ ടാക്സ് കണക്കാക്കത്തില്ല. ആ എന്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നോ അത് മാത്രമേ ടാക്സബിളായിട്ട് കണക്കാക്കത്തുള്ളൂ. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞു DFRC is issued to a merchant exporter or manufacturer exporter for the duty free import of inputs such as raw material, components, intermediates, consumables, spare parts including packing materials to be used for the export production. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻപുട്ടോ ഇല്ലെങ്കിൽ അതിനുള്ള മറ്റ് മെറ്റീരിയൽസോ അതിന് വേണ്ടിയുള്ള കോസ്റ്റ് അങ്ങനെ ഉള്ള ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വേണ്ടി മാത്രമേ
ഈ ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുകയുള്ളൂ. അടുത്തത് സെക്ഷൻ 28(4). 28(4) പറയുന്നത് വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ ഫ്രം ദ എക്സസൈസ് ഓഫ് പ്രൊഫഷൻ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഫുള്ളി ഓർ പാർട്ട്ലി, അത് ടാക്സബിൾ ആണ് അണ്ടർ PGBP. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർക്ക് നമുക്ക് അവർ ഒരു പ്രത്യേക മരുന്ന് കമ്പനിയുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപ ഒരു മാസം അയാൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു 400 രൂപ കൊടുക്കും ആ ഡോക്ടർക്ക്. ഇത് ലീഗലല്ല, ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. കാര്യം മെഡിക്കൽ എത്തിക്സിനെതിരാണ്. എന്നാൽ തന്നെയും ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ജസ്റ്റ് ഇതൊരു എക്സാമ്പിളായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 400 രൂപൻ്റെ ഒരു വർത്തിനെസ് ഒരു 2 lakhs വർത്താണെങ്കിൽ അത് ഒരു ഇൻകമായിട്ട് കണക്കാക്കും. അതിനകത്ത് വേറെ എക്സാമ്പിൾ പറയുന്നത് ഒരു ടി വി ഡീലർ ഒരു മന്തിലേക്ക് ടാർഗറ്റ് കൊടുത്ത് ഒരു 10 lakhs അയാൾ വർത്ത് TV അയാൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ 3 months 10 lakhs സെർവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 2 lakhsൻ്റെ ഒരു ട്രിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 2 lakhs കൂടെ അയാളുടെ PGBP ഇൻകമായിട്ട് കണക്കാക്കും. സെക്ഷൻ 28(5). സം or remuneration due to or received by a partner of a firm. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറിന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ അത് PGBP ഇൻകമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് റെമ്യൂണറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ആവാം, ബോണസ് ആവാം, സാലറി ആവാം, കമ്മീഷൻ ആവാം. ഓക്കെ, എന്തൊരു റെമ്യൂണറേഷൻ ആയാലും received by a partner of a firm except LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലാതെ ഉള്ള ഒരു ഫേമിലെ പാർട്ണർക്ക് കിട്ടുന്ന ഇൻകം remuneration shall be taxable under PGBP in the hands of the partner to the extent allowed in the hands of the firm under section 40B. അതായത് 40B അനുസരിച്ച് ഒരു ഫേമിന് ഒരു പാർട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അനുസരിച്ചുള്ള എമൗണ്ട് ഈ പറയുന്ന പാർട്ട്ണറുടെ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പാർട്ട്ണർ അത് ടാക്സബിൾ ആണ് അണ്ടർ PGBP. ഈ 40B അനുസരിച്ച് ഇത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 40B ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന എമൗണ്ട് മൊത്തം പാർട്ട്ണർമാർക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഈ കൊടുക്കുന്ന എമൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 7 lakhs വരെ നമുക്ക് പല സേവിങ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പെൻസും സേവിങ്സും ഒക്കെ വെച്ച് നമുക്ക് 7 lakhs വരെ ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റും, പേഴ്സണൽ ടാക്സുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വലിന് ടാക്സ് അടയ്ക്കാതിരിക്കും. ഇപ്പം പാർട്ട്നേഴ്സിന് ഇപ്പം 3 പാർട്ട്ണർമാരുണ്ട്, 21 lakhs ആണ് ഫേമിൻ്റെ ഇൻകം എങ്കിൽ ഇത് 3 പാർട്ട്ണർമാർക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയർ 1/3 ആണെങ്കിൽ 1/3 വെച്ച് 7 lakhs വെച്ച് കൊടുത്തു കഴിഞ്ഞ് 21 lakhs കൊടുത്ത് 7 lakhs വരെ ഈ പാർട്ണർ ടാക്സുകൾ അല്ല. ഈ 7 lakhs അത് ഈ പറഞ്ഞ 21 lakhs എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫേമിനും ടാക്സ് ഇല്ല. അപ്പോൾ ഫേമിന് ടാക്സ് അടയ്ക്കുന്നില്ല, പാർട്ണറിനും ടാക്സ് അടയ്ക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരാം. അത് വരാതിരിക്കാൻ വേണ്ടി ഇത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് പറയാം. അതിനി 40B നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. എന്നാൽ തന്നെയും ഇവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ ഇൻട്രസ്റ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം 12% കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 15% വേണേൽ കൊടുക്കാം. പക്ഷേ 15% കൊടുത്താലും നിങ്ങൾക്ക് കമ്പനിക്ക് 12% അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. ബാക്കിയുള്ളത് അയാളുടെ പ്രോഫിറ്റിലോട്ട് പോകും, കമ്പനിയുടെ പ്രോഫിറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇവർക്ക് കിട്ടുന്ന ഒരു മാക്സിമം 12% വരെ കിട്ടുന്നതെങ്കിൽ അത് പാർട്ണറുടെ ഹാൻഡ്സിൽ നമ്മൾ ഈ പാർട്ണറെ സംബന്ധിച്ചോളം അത് ടാക്സബിൾ എമൗണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. 40B എന്താണ് പറയുന്നത്? മാക്സിമം പെർമിസിബിൾ റെമ്യൂണറേഷൻ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ് ടു. അപ്പോൾ അതെങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എത്ര പാർട്ണർക്ക് കൊടുക്കാൻ പറ്റും? 3 lakhs വരെ പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണെങ്കിൽ 90% 1.5 lakhs വിച്ച് എവർ ഇസ് മോർ. അപ്പോൾ 1.5 lakhsനകത്ത് വരെയുള്ള 1.5 lakhs വരെ കൊടുക്കാം. അതിന് മുകളിൽ വരുന്നൊരു കമ്പനിക്ക് 90% വരെ കൊടുക്കാം. 90 അപ് ടു 3 lakhs.
അപ്പം 3 lakhs 90%, അതിന് മുകളിൽ 60%. അത് മാത്രമേ ടോട്ടൽ പാർട്ട്ണർമാർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 10 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് 3 lakhs 2.7 lakhs 90%, അത് വരുന്ന 7 lakhs 60% മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് മാക്സിമം 12% കൊടുക്കാൻ പറ്റുള്ളൂ, അത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 40B limit the salary and interest to partners, thereby removing the possibility of sharing the whole income of the firm to partner, thereby not paying any tax by the firm. Wherever amount given the above limit is fixed by 40B is taxable under PGBP. ഓക്കെ, അപ്പോൾ അത് പക്ഷേ സെക്ഷൻ 10(2)A അനുസരിച്ച് പാർട്ട്ണർ ഷെയർ ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ഇസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഓക്കെ, അപ്പം പാർട്ട്ണറിന് പ്രോഫിറ്റ് ഷെയർ കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് ഇതിൽ നിന്ന്. ഇത് പ്രോഫിറ്റ് ഷെയർ അല്ല, അയാൾ സാലറി ആയിട്ടോ മറ്റേതെങ്കിലും റെമ്യൂണറേഷനായിട്ട് കൊടുക്കുന്ന ഇൻകമാണ്. പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് അത് അല്ല, ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സബിളാണ്. ഓൾറെഡി ഫേമിന് പ്രോഫിറ്റ് നമ്മൾ ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടച്ചു കിട്ടുന്ന എമൗണ്ടിന് എങ്ങനെ പാർട്ട്നേഴ്സ് തിരിച്ചു കൊടുത്താലും അത് പ്രശ്നമില്ല. ഗവൺമെൻറ് ഓൾറെഡി ടാക്സ് കിട്ടിക്കഴിഞ്ഞു. അത് പാർട്ണർ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഡബിൾ ടാക്സേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓൾറെഡി ഫേം ടാക്സ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പാർട്ണർ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. 40B നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അപ് ടു 1.5 lakhs വരെ നമുക്ക് ഒന്നെങ്കിൽ 1.5 lakhs കൊടുക്കാം, 3 lakhs വരെ 1.5 lakhs or 90% വിച്ച് എവർ ഇസ് ഹയർ. അത് കഴിഞ്ഞ് 60% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ്. അപ്പം ഒരു ഫേം സാലറിയോ കമ്മീഷനോ എന്ത് ഇൻകം ആയാലും എന്ത് റെമ്യൂണറേഷനായാലും കൊടുക്കുവാണെങ്കിൽ അത് PGBP ഇൻകം ആണ് ആസ് ഫാർ ആസ് ദ പാർട്ണർ ഇസ് കൺസേൺഡ്. ഇനി അയാൾക്കൊരു റെൻറ്റ് കിട്ടുവാണെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും റെൻറ്റ്. ഷെയർ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ് ആസ് ഫാർ ദ പാർട്ണർ ഇസ് കൺസേൺഡ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതും PGBP ഇൻകമായിട്ടാണ് കണക്കാക്കുന്നത് ആസ് ഫാർ ആസ് ദ പാർട്ണർ ഇസ് കൺസേൺഡ്. സെക്ഷൻ 28(5)A എന്ന് പറയുന്നത് നോൺ കോമ്പീറ്റ് ഫീ ആണ്. ഈ നോൺ കോമ്പീറ്റീവ് ഫീ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള റെമ്യൂണറേഷൻ, അതാണ് നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറയുന്നത്. ഫോർ നോട്ട് ക്യാരിയിങ് ഔട്ട് ആൻ ആക്ടിവിറ്റി in relation to any business or profession. For example, for not sharing any know-how, patent, copyright, trademark, licenses, franchise or any other business or commercial rights to assist in the manufacturing process of goods or provisions for services. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു know-how നമ്മൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാതിരിക്കാനോ പേറ്റൻറ്റോ കോപ്പറേറ്റോ ഇല്ലെങ്കിൽ നോളജോ ഒന്നും ഷെയർ ഇല്ലെങ്കിൽ പിന്നെ ടെക്നിക്കുകളോ ഒന്നും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫീ ആണ് നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറയുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും നോൺ കോമ്പീറ്റ് ഫീ കിട്ടുവാണെങ്കിൽ അത് PGBPയിൽ ചാർജബിളാണ്. പക്ഷേ ഒരു എമൗണ്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, നേരത്തെ ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ പറഞ്ഞു, ഇത് ചെയ്യുന്നതിന് കിട്ടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ടെക്നിക്ക്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ഇതെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് കിട്ടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മോൺട്രിയൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് എന്തെങ്കിലും എമൗണ്ട് കിട്ടുവാണെങ്കിൽ, അതായത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നാൽ നമുക്ക് ഈ ഓസോൺ ഡിപ്ലീഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ചില ഗ്യാസസും മറ്റും നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിയോൺ ഗ്യാസ് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ റെഫ്രിജറേഷനിൽ ഉപയോഗിക്കുന്ന ഫ്രിയോൺ ഗ്യാസ് അത് പടിപടിയായിട്ട് നിർത്തലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. അത്തരം കോമ്പൻസേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് PGBPയിൽ ചാർജബിൾ അല്ല. ഓക്കെ, അടുത്ത സെക്ഷൻ 28(6) കീമൻ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ചില കീമൻ കാണും. അപ്പോൾ അവരാണ് ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അവർ ആയിരിക്കും അതിൻ്റെ കീ പേഴ്സൺസ്. അവർ വഴിയായിരിക്കും ബിസിനസ് നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ സഹായമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിസിനസ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കീമെൻ ഓഫ് ദ ബിസിനസ് എന്ന് പറയും. അങ്ങനെയുള്ളവരെ എംപ്ലോയർ അവർക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട് അവരുടെ പേർക്ക്. അതാണ് കീമെൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ കീമെൻ ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് അത് ഒരു എംപ്ലോയറുടെ മുകളിൽ ഒരു എംപ്ലോയിയുടെ മുകളിൽ ഒരു
എംപ്ലോയർ എടുക്കുന്ന ഇൻഷുറൻസാണ്, അത് ഇൻഷുറൻസ് ആണത്. അത് ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു പോളിസിയിൽ നിന്നൊരു ബോണസ് കിട്ടുകയോ ഇല്ലെങ്കിൽ അത് മച്ചുറായി കിട്ടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് എംപ്ലോയർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് PGBP ഇൻകവും. അതല്ല, അത് എംപ്ലോയിയുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടുന്ന എംപ്ലോയിക്കാണെങ്കിൽ അത്തരം എമൗണ്ടുകൾ സാലറി ഹെഡിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും കാരണവശാൽ ആ എംപ്ലോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹെയേഴ്സിന്, അവരുടെ പിന്തുടർച്ച അവകാശിക്ക് കിട്ടുവാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ട് കണക്കാക്കി ചാർജ് ചെയ്യുന്നതാണ്. കീമൻ ഇൻ എ കമ്പനി refers to an employee who is considered crucial to the smooth operation of the business, meaning their absence or disability could significantly impact on the company's profitability or functionality due to their unique skills, expertise or critical role in key operations. Essentially, they are considered indispensable to the company's success. അങ്ങനെ കമ്പനിയുടെ സക്സസ്സിന് അവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായിട്ട് കണക്കാക്കപ്പെട്ടുള്ള എംപ്ലോയീസിനെയാണ് കീ മാൻ എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 28(6) കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻവെൻട്രി ഇൻറ്റു ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്കോ ഇല്ലെങ്കിൽ ഇൻവെൻട്രിയോ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് PGBPയിൽ ഇൻകവേർഡ് കണക്കാക്കി ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കൺവേർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഫെയർ മാർക്കറ്റ് വില കണക്കാക്കി അത് ഇൻകവേർഡ് കണക്കാക്കണം, PGBP ഇൻകവേർഡ് കണക്കാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു എയർ കണ്ടീഷൻ ഡീലറാണ്. അപ്പോൾ എയർ കണ്ടീഷൻ ഡീലർ അയാളുടെ ഓഫീസിലേക്ക് അയാൾ ഇൻവെൻട്രി ആയിട്ടുള്ള എയർ കണ്ടീഷണറിൽ 2 എയർ കണ്ടീഷണർ എടുത്ത് അയാളുടെ ഓഫീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് കൺവേർട്ടായി എന്ന് പറഞ്ഞാൽ അയാളുടെ ഇൻവെൻട്രിയിൽ നിന്ന് ക്യാപിറ്റൽ അസറ്റായിട്ട് മാറി. ക്യാപിറ്റൽ അസറ്റായിട്ട് മാറുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അത് ഇൻകമായിട്ട് കണക്കാക്കി അത് ചാർജ് അത് PGBPയിൽ ചാർജ് ചെയ്യണമെന്നാണ് ഈ 28(6) പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ആസ് ലോസ് ഇൻ P&L എടുക്കുമ്പോൾ അത് ലോസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ദോസ് ഇൻവെൻട്രീസ് ആർ കൺവേർട്ടഡ് ടു അസറ്റ്സ് ആസ് ഇൻകം ഫ്രം P&L. അങ്ങനെ വരുമ്പം ആ ഇമ്പാക്റ്റ് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ പിന്നെ വീടുകളുണ്ടാക്കി വിൽക്കുന്ന കമ്പനിയാണ്. അതിലൊരു വീട് അവരെടുത്ത് അവരുടെ ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അവർ ഇൻവെൻട്രി ആയിരുന്ന വീട് അവർക്ക് അസറ്റായിട്ട് മാറി, ക്യാപിറ്റൽ അസറ്റായിട്ട് മാറി. അത് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് അത് അവരുടെ PGBP ഇൻകമായിട്ട് കണക്കാക്കേണ്ടി വരും. സെക്ഷൻ 28(7) സം റിസീവ്ഡ് ഓർ റിസീവബിൾ in cash or kind on account of capital assets other than land or goodwill or financial instruments, and for which deduction claimed for the whole of the capital asset under section 35AD, for example ആണ് specified businesses. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ 100% നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു പോർഷൻ ഓൾറെഡി ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. ഇൻകത്തിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ നിന്നും നമുക്കൊരു ഇൻകം കിട്ടുകയാണ്, ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ, സം റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻകം PGBP ആയിട്ട് കണക്കാക്കി ടാക്സ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ സ്പെസിഫൈഡ് ബിസിനസ്സസ് ഉണ്ട് 35AD. സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത ബിസിനസ്സുകളാണ്. അത്തരം ബിസിനസ്സുകൾ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്രോസ് കൺട്രി ഗ്യാസ് പൈപ്പ് ലൈൻ വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ക്രോസ് കൺട്രി വരുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള പിന്നെ എന്താ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അതിൻ്റെ പിന്നെ റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻസസ് അത് ഡിഡക്ഷൻസ് കൊടുത്ത് അത് പറഞ്ഞ അലോബിളാണ്. അത് ഇൻകത്തിനകത്ത് അല്ല നമുക്ക് എക്സ്പെൻസായിട്ട് കാണിച്ച് അതിനകത്ത് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് ഓൾറെഡി അത് 100% നമ്മൾ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കേസ് നമ്മൾ ഓൾറെഡി എക്സ്പെൻസായിട്ട് കാണിച്ച് ഡിഡക്ഷൻ വാങ്ങിച്ചിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു സം റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുന്ന എമൗണ്ട് PGBP ഇൻകമായിട്ട് കണക്കാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ 2 ഓഫ് സെക്ഷൻ 28.
income from speculative businesses. Income from speculation business is charged under PGBP, but that income must be deemed as distinct and separate from other businesses. അപ്പം ഇത് ഈ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നമ്മൾ കിട്ടുന്ന ഇൻകം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഈവൻ ദോ അത് PGBP ഇൻകമാണ്, മറ്റുള്ള PGBP ഇൻകം ഉണ്ടെങ്കിൽ തന്നെയും, എല്ലാം PGBP ഇൻകം ആണെങ്കിൽ പോലും സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഇൻകം സെപ്പറേറ്റ് നമ്മൾ കാണിക്കണം, ചാർജ് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അടുത്ത കൊല്ലത്തിലേക്ക് സബ്സിക്വൻറ്റ് ഇയറിലേക്കൊക്കെ നമ്മൾ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്ത് വേറെ ബിസിനസ്സിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അത് മറ്റൊരു സ്പെക്കുലേഷൻ ബിസിനസ്സിന് മാത്രമേ പറ്റുകയുള്ളൂ, അല്ലാതെ നോർമൽ ബിസിനസ്സിൽ നിന്ന് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്പെക്കുലേഷൻ ബിസിനസ്സുകൾ സെപ്പറേറ്റ് ലോസോ ഗെയിനോ ഇല്ലെങ്കിൽ ഇൻകം എന്നുള്ള സെപ്പറേറ്റ് അതൊരു സെക്ഷനായിട്ട് തന്നെ കാണിക്കണം. മറ്റുള്ള ബിസിനസ് വേറെയും കാണിക്കണം എപ്പോഴും. ഓക്കെ. Speculative transaction is a transaction in which a contract for the purchase of sales or any commodity including stocks and shares is settled otherwise than by actual delivery or transfer of commodity. നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്ച്വലായിട്ട് നമ്മൾ ഷെയർ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യാതെ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് വിത്തിൻ എ ഡേ അത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി അതിനകത്ത് നമ്മൾ സ്പെക്കുലേഷൻ വഴി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അത് 100 നമ്മൾ +100 അതിനകത്ത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 100 നമ്മുടെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ കണക്കാക്കും. അത് വില അന്ന് തന്നെ വൈകുന്നേരം 4 മണിയായപ്പോൾ, രാവിലെ വാങ്ങിച്ച് വൈകുന്നേരം 4 മണിയായപ്പോൾ വില കൂടി 10 രൂപ കൂടി എന്നുള്ളത് നമ്മൾ അന്നേരം തന്നെ വിൽക്കുന്നു. അപ്പം എനിക്ക് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ഷെയർസ് ഒന്നും ചെയ്തിട്ടില്ല. അല്ല, കാര്യം എൻ്റെ ഡേ അത് കാണിക്കത്തുള്ളൂ. അതിന് മുമ്പ് ട്രാൻസാക്ഷൻ നടത്തി സ്പെക്കുലേഷൻ വഴി ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ പൈസ സമ്പാദിക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ PGBP ഇൻകമായിട്ട് കണക്കാക്കുന്നത് പറഞ്ഞു. However, it does not cover transaction in respect to trading in derivatives or commodity derivatives. അപ്പം ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഏതെങ്കിലും കമ്പനി ഷെയറിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്ന കമ്പനിയാണെന്നിരിക്കട്ടെ, അവരുടെ മെയിൻ ബിസിനസ് ഷെയർ ട്രാൻസാക്ഷൻസ് ആണ്. അങ്ങനെയുള്ള കമ്പനിക്ക് ഇത് PGBP ഇൻകമാണ്, സ്പെക്കുലേറ്റീവ് ഇൻകം അല്ല. PGBP തന്നെ സ്പെക്കുലേറ്റീവ് ഇൻകമായിട്ട് കണക്കാക്കത്തില്ല. ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് സ്പെക്കുലേറ്റീവ് ഇൻകം കണക്കാക്കാം, പക്ഷേ ഒരു ഷെയർ ബിസിനസ്സിൽ നിൽക്കുന്ന ഒരു ഷെയർ ട്രേഡിംഗ് കമ്പനിയാണെങ്കിൽ ഇതിൽ ബാങ്കിങ്ങിലാണ്, ബാങ്കിങ് കമ്പനിക്ക് ഇത് ബാധകമല്ല, സ്പെക്കുലേറ്റീവ് ഇൻകം അല്ല. അത് നോർമൽ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കത്തുള്ളൂ. അത് ഇൻകം ചാർജബിൾ അണ്ടർ PGBP. 2 PGBP ഇൻകമാണ്, പക്ഷേ ഒന്ന് സ്പെക്കുലേറ്റീവ് PGBP, 2 നോർമൽ PGBP ആണ്. A loss in speculative business carried forward or to subsequent year can be set up only against the profit gain of any speculation business in the subsequent year and hence must be treated separately. Section 73 അനുസരിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഈ പ്രൊവിഷന് അത് നമ്മൾ ട്രാൻസാക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, എ കമ്പനി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രേഡിംഗ് ഓർ ഷെയർസ്, അങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന കമ്പനി, ഇതിനൊന്നും ഈ പറഞ്ഞ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. അതുപോലെ ഷെയർ ട്രാൻസാക്ഷൻസ്, ട്രേഡിംഗ് നടത്തുന്ന കമ്പനി, ഇതിനൊന്നും ഈ പറയുന്ന സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്ന ഹെഡ് ഇതിന് ആപ്ലിക്കബിൾ അല്ല. ഇതിന് സ്പെക്കുലേഷൻ വരുന്നില്ല. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കമ്പനിയുടെ ഈ ട്രേഡിംഗ് നടത്തുന്ന കമ്പനികളൊക്കെ പറഞ്ഞാൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ബിസിനസ്സാണ് ഇത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് മെയിൻ PGBP ഇൻകമാണ്, അവരുടെ എല്ലാ സ്പെക്കുലേഷൻ ഇൻകം അല്ല. സ്പെക്കുലേഷൻ ഇൻകം നമ്മൾ ഉപയോഗിക്കുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യണം. സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റ് ട്രാൻസ്ഫർ 2 PGBP ഇൻകം ആണെങ്കിൽ പോലും സ്പെക്കുലേഷൻ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ എക്സെപ്ഷൻസ് പറഞ്ഞു. ഹെഡ്ജിങ്, അല്ലേ? എന്താണ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ? ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്യൂച്ചർ ഒരു പ്രൈസ് കണക്കാക്കിയിട്ട് അത് നമ്മൾ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇപ്പോൾ ആഫ്റ്റർ 2 months ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഡേറ്റിൽ ഇത്ര രൂപ തരാം. ഈ പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു കേബിൾ ഉണ്ടാക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഏറ്റവും പ്രധാന റോ മെറ്റീരിയൽ പറഞ്ഞ് കോപ്പറാണ്. ആ കോപ്പറിൻ്റെ വില ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം LME ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച്, അപ്പം നമുക്ക് ഈ എന്താണ് ട്രേഡിങ് നടത്തുന്ന ഈ മെറ്റൽ ട്രേഡിങ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ അത് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഫ്റ്റർ 2 months നമ്മൾ ഇത്ര രൂപ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പ്രൈസ് പെർ കിലോ, ഇല്ലെങ്കിൽ പൗണ്ട്, അത് പെർ പൗണ്ട് ഇതായിരിക്കും അതിൻ്റെ വില നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അത് കൊടുക്കാതെ നമ്മൾ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ഹെഡ്ജിങ്, റോ മെറ്റീരിയൽ ഹെഡ്ജിങ് പ്രൈസ് ഫ്ലക്ച്വേഷനെതിരായിട്ട് അതിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് അത് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം. നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കേസിൽ അത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ കണക്കാക്കിയില്ല. അതുപോലെ സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ഇതേ കാര്യമുണ്ട്. നമ്മൾ സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് ദ ലോസ് ഇൻ ഹോൾഡിംഗ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. അപ്പം റോ മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മൾ എന്താണ്, ടു ഗാർഡ് അഗൈൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ടു അഫക്റ്റ് ഹിസ് കോൺട്രാക്ട് ഓഫ് ബിസിനസ്. അപ്പോൾ അത്തരം കേസുകളിൽ ഇത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനായിട്ട് കണക്കാക്കിയിട്ടില്ല. അതുപോലെ ഫോർവേഡ് കോൺട്രാക്റ്റ്, ഓക്കെ, അതുപോലെ ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, പിന്നെ അതുപോലെ ട്രേഡിംഗ് ഇൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, ഇതൊന്നും നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനായിട്ട് കണക്കാക്കിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ട്രാൻസാക്ഷൻ ഓഫ് എ കമ്പനി ഹൂസ് മെയിൻ ബിസിനസ് ഈസ് ട്രേഡിംഗ് ഇൻ ഷെയർസ് ഓർ ബാങ്കിങ്, ഇതൊന്നും നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ ഡിവിഡൻഡ് ഇൻകം കിട്ടുവാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സായിട്ട് കണക്കാക്കും. ഇൻട്രസ്റ്റ് PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർസിലോ ഇല്ലെങ്കിൽ കമ്മോഡിറ്റിയിലോ നമുക്ക് പിന്നെ ട്രേഡിംഗ് നടത്താം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താം. ഈ ഇക്വിറ്റി ട്രേഡിംഗ് തന്നെ നമ്മൾ സ്പോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസും ഇൻട്രാഡേ ട്രാൻസാക്ഷനുമായിട്ട് നമ്മൾ സ്പോട്ട് മാർക്കറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേ ട്രാൻസാക്ഷൻ നടക്കുന്ന സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനാണ്. ഞാൻ പറഞ്ഞില്ല, വിത്തിൻ എ ഡേ നടക്കുന്ന ട്രാൻസാക്ഷൻസ് സ്പെക്കുലേറ്റീവ് PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഇൻട്രാഡേ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഒരു ട്രേഡറെ സംബന്ധിച്ചോളം അത് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന PGBP ഇൻകമായിരിക്കും. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അത് ക്യാപിറ്റൽ ഗെയിനാണ്. ഇൻട്രാഡേ അയാളൊരു ഷെയർ വാങ്ങിച്ചു 2 ദിവസം വെച്ച് വീണ്ടും വിൽക്കുന്നു, അതൊക്കെ അതിന് ഇൻകം കിട്ടുന്നു. അപ്പോൾ ഒരു അസറ്റ് വെച്ചിട്ട് അയാളത് വിറ്റ് അതിനകത്ത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്കാക്കും. ട്രേഡറെ സംബന്ധിച്ചോളം അത് അയാളുടെ ഇൻവെൻട്രിയാണ്, അതുകൊണ്ട് ഇത് PGBP ഇൻകമാണ്. ഇനി F&O മാർക്കറ്റ് ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കിട്ടുന്ന ഇൻകം PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഇനി കമ്മോഡിറ്റി തന്നെ അഗ്രികൾച്ചർ കമ്മോഡിറ്റി, നോൺ അഗ്രികൾച്ചർ കമ്മോഡിറ്റി ഉണ്ട്, അത് മെറ്റൽസും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ നോൺ അഗ്രികൾച്ചർ കമ്മോഡിറ്റിയിൽ നിന്ന് ഉള്ള ഡെറിവേറ്റീവ്സ് കിട്ടുന്ന ഇൻകം PGBP ഇൻകമായിട്ടും അഗ്രികൾച്ചറിലുള്ള സ്പെക്കുലേഷൻ വരെ കിട്ടുന്ന ഇൻകം PGBP ഇൻകമായിട്ടും അത് ഈ സ്പെക്കുലേറ്റീവ് PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, നമ്മൾ പറയുന്നത് ഇപ്പോൾ ഷെയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഷെയറിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അത് ഷെയർ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിന് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം. ഓക്കെ, അതുപോലെ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിരിക്കും. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചോളം അയാൾക്ക് ഇൻവെൻറ്ററിയാണ് ഷെയർസ്, അപ്പോൾ അത് സെയിൽ ചെയ്ത് കിട്ടുന്നത് അയാളുടെ നോർമൽ ബിസിനസ് ഇൻകമായിട്ടുള്ളത്, അത് PGBP ഇൻകമായും ഡിവിഡൻഡിൽ നിന്ന് കിട്ടുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസുമായിട്ടുമായിരിക്കും വരുന്നത്. സെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അത് സെയിൽ ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിനായിട്ട് കിട്ടുകയും അയാളുടെ അതിൽ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസും ആണ്. അതുപോലെ ഒരു ഇൻവെൻട്രി ആണെങ്കിൽ അയാൾക്ക് സെയിൽ ചെയ്യുന്നത് സെല്ല് ചെയ്ത് അതിനകത്തൊരു ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനായിട്ട് വരും. അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിരിക്കും. നമ്മൾ ഈ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നത് ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് NSDLൻ്റെയോ ഇല്ലെങ്കിൽ CDSLൻ്റെ, അതായത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്, ഇല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, ഇതെല്ലാം എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സബ്സിഡറീസാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടുകൾ, ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മൾ ഓരോ ബാങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബാങ്കിൽ NSDLൻ്റെയോ CDSLൻ്റെയോ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കേണ്ടി വരും. അവർക്ക് ബ്രോക്കേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ട്രാൻസാക്ഷൻ ചില ബ്രോക്കർ ഫീയെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ കമ്പനീസ് NSDL CDSLും നമ്മുടെ ഇപ്പോൾ എന്താണ് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും
അതുപോലെ ഗവൺമെൻറ് ഏജൻസിൻ്റെയും ഒക്കെ ഈ ഷെയർ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഇലക്ട്രോണിക്കലി സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും സഹായിക്കുന്ന ചില പ്ലാറ്റ്ഫോമുകളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രാഡേ ഒരു ദിവസം നടത്തുന്ന ട്രേഡിംഗ് ആണ്. അത് വിത്തൗട്ട് ആക്ച്വലി സെല്ലിങ് ഓർ ബൈയിങ് ഈ സ്പെക്കുലേഷൻ ഇൻകം അല്ലേ. അപ്പോൾ ഈ ട്രേഡിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 9:15 to 15:30 അവേഴ്സാണ് മൺഡേ ടു ഫ്രൈഡേ അല്ലേ. അപ്പം ദ ഷെയർസ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഡിമാറ്റ് അക്കൗണ്ട് ഓൺലി ആഫ്റ്റർ 15:30 ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഇൻ കേസ് ദർ ഇസ് ഡിഫറൻസ് ഇൻ ഷെയർസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ക്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇത് റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ യു ക്യാൻ സെൽ shares even when you don't have the same in your demat account and buy at a lower rate within the same day without having demat account, they will be making a speculative income. Okay. അപ്പോൾ നമ്മൾ ആ 28 എന്നുള്ള ആ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ കവർ ചെയ്തു മൊത്തമായിട്ട്. ഇനി അത് ഇൻകം ഫ്രം ബിസിനസ് അതാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. അപ്പോൾ അത് ചാർജിങ് സെക്ഷനാണ്. അത് 28(1) തൊട്ട് 28(7) വരെ ഇൻ ബിറ്റ്വീൻ ചില സബ് ക്ലോസസും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മൊത്തമായി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കവർ ചെയ്ത് ഇനിയുള്ളത് ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് പ്രൊഫഷനകത്തുള്ളത് മെയിനായിട്ട് സെക്ഷൻ 41 ആണ്. അത് പാർട്ട് ഓഫ് ദ സെക്ഷൻ 41 നമ്മളിവിടെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ 41 ഡീംഡ് ഇൻകം, ചില ഇൻകംസ് ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. താങ്ക് യു.